ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്ന സൈബർ ആക്രമണം, അശ്ലീല ആക്രമണമാണ് യഥാർത്ഥം നടക്കുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. അതിനെതിരായി ഇപ്പോഴും ടീച്ചർ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ആ പരാതി പരിഹരിക്കണം. കേൾവിയില്ലാത്ത രീതിയിലാണ് മോർഫ് ചെയ്ത ശൈലജ ടീച്ചറുടെ ഫോട്ടോ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് തന്നെ അയച്ചു കൊടുക്കും. വളരെ അവമാനകരമായ കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. UDF ആണ് പിന്നെ ആരാ? അതിന് ഗുണഭോക്താവാരാണെന്നല്ലേ നോക്കേണ്ടത്. അതിന് വേറെ സൂക്ഷ്മഭാരം നിങ്ങൾ പരിശോധിക്കാനുണ്ടോ? ശൈലജ ടീച്ചർക്കെതിരായിട്ട് ഇതുപോലുള്ള മോർഫ് ചെയ്ത പടം ഉൾപ്പെടെ ചേർത്ത് കുടുംബ ഗ്രൂപ്പിൽ ഉൾപ്പെടെ അയച്ചു കൊടുക്കുന്നതിൻ്റെ പിന്നിലാരാണ്? നമുക്കറിയാം ഇവർക്കെല്ലാം ഉള്ള ബന്ധം കള്ള രേഖയുണ്ടാക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവരെല്ലാം അന്ന് പങ്കുവഹിച്ചിട്ടുള്ളവരാണ്. ആ ടീമിനെയാണ് ഉപയോഗിക്കുന്നത് വടകര. അവരുപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെറ്റായ രീതിയിലുള്ളൊരു പ്രവണതയാണ് കേരളത്തിൽ. അതെല്ലാം ശൈലജ ടീച്ചർക്ക് അനുകൂലമായ ഘടകമായിട്ട് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇതെല്ലാം വന്നതുകൊണ്ട് അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വല്ല അനുകൂലമായ ഘടകവും വരുമെന്ന് ആരും തിരിച്ചറിയേണ്ടിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന്